ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരുക്കങ്ങൾ തുടങ്ങാനിരിക്കെ ഇന്ത്യയെ സംബന്ധിച്ച് നിരാശാജനകമായ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ഒരു സ്റ്റാർ പ്ലെയറുടെ ഇഞ്ചുറി കൺസേൺ ഇപ്പോൾ, അല്ലെങ്കിൽ ഇഞ്ചുറിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അവസാന ടെസ്റ്റിലായിരുന്നു ഒന്നാം ഇന്നിങ്സിൽ പുറം വേദന കാരണം ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കളിക്കളം വിട്ടത്. സോ അദ്ദേഹത്തിൻ്റെ പുറം വേദന അല്പം സീരിയസ് അല്ലെങ്കിൽ അല്പം ഗുരുതരമാണെന്നും റിക്കവർ ചെയ്യാൻ കുറച്ച് കാലതാമസം എടുക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സോ അങ്ങനെയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ സ്റ്റാർ പേസർക്ക് കളിക്കാൻ സാധിക്കില്ല എന്നാണ് നിലവിൽ ടൈംസ് ഓഫ് ഇന്ത്യ അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നായിരുന്നു ICC ടീമുകൾക്ക് തങ്ങളുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കാനുള്ള ഡെഡ് ലൈനെ കൊടുത്തത്. സോ BCCI അത് കുറച്ചുകൂടി നീട്ടണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സോ ചാമ്പ്യൻസ് ട്രോഫിയുടെ സ്ക്വാഡ് പ്രഖ്യാപനം അടുത്തിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടി പോലെ എന്ന വണ്ണം ഇന്ത്യയുടെ സ്റ്റാർ പേസറെ സംബന്ധിച്ചുള്ള ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. റിക്കവർ ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടി വരുമെന്നതിൽ മാർച്ച് ആദ്യ ആഴ്ചയായിരിക്കും അദ്ദേഹത്തിന് പൂർണ്ണമായും തൻ്റെ ഫിറ്റ്നസ്സിലേക്ക് തിരികെ എത്താൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം തുടങ്ങാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരങ്ങളിൽ താരത്തിന് കളിക്കാൻ സാധിക്കില്ല. നിലവിൽ അദ്ദേഹത്തോട് NCAയിലേക്ക് ബംഗളൂരുവിലുള്ള നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് വരാൻ സെലക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ പൂർണ്ണമായും ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. സോ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഞ്ചുറിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാൻ വേണ്ടി നിലവിൽ ജസ്പ്രീത് ബുംറയോട് ബംഗളൂരുവിലുള്ള NCA അക്കാഡമിയിലോട്ട് വരാൻ ഇപ്പോൾ സെലക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഒരു സാധ്യതാ സ്ക്വാഡ്, അല്ലെങ്കിൽ ഒരു 15 അംഗ ഒരു താൽക്കാലിക സ്ക്വാഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഫെബ്രുവരി 12 വരെ ഉണ്ട് ടീമുകൾക്ക് തങ്ങളുടെ സ്ക്വാഡിൽ മാറ്റങ്ങൾ വരുത്താനുള്ളത്. ഫെബ്രുവരി 12 വരെ നടത്താൻ സാധിക്കും. സോ അതിനാൽ തന്നെ ഉടൻ തന്നെ ഒരു 15 അംഗ താൽക്കാലിക സ്ക്വാഡ് ടീം BCCI പ്രഖ്യാപിക്കുന്നതായിരിക്കും. സോ അതിൽ എന്തായാലും ബുംറയെ ഉൾപ്പെടുത്തേക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സും മറ്റ് കാര്യങ്ങളുമൊക്കെ പരിഗണിച്ചായിരിക്കും അദ്ദേഹത്തെ പെർമനൻറ്റ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ BCCI ഒരു അന്തിമ തീരുമാനം എടുക്കുക. സോ എന്നിരുന്നാലും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പ്രകാരം ജസ്പ്രീത് ബുംറയ്ക്ക് റിക്കവർ ചെയ്യാൻ കുറച്ച് കാലതാമസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് മത്സരങ്ങളിൽ താരത്തിന് കളിക്കാൻ സാധിക്കില്ല. മാർച്ച് ആദ്യ വാരത്തോടു കൂടിയായിരിക്കും അദ്ദേഹം പൂർണ്ണമായും ഫിറ്റായി വരിക എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. നമുക്കറിയാം, ഓൾറെഡി ഇന്ത്യയുടെ മറ്റൊരു സ്റ്റാർ പേസറുടെ മുഹമ്മദ് ഷമി ഏതാണ്ട് 14 മാസത്തോളം പരിക്ക് കാരണം കളിക്കളം വിട്ടതിന് ശേഷം ഇപ്പോഴത്തെ തിരികെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച T20 സ്ക്വാഡ്, ഇംഗ്ലണ്ടിലോട്ട് T20 സ്ക്വാഡിലാണ് അദ്ദേഹത്തെ തിരികെ ടീമിലേക്ക് വന്നിട്ടുള്ളത്. സോ അപ്പോഴാണ് മറ്റൊരു സ്റ്റാർ പേസറുടെയും പരിക്ക് വില്ലനായി ഇന്ത്യക്ക് മുന്നിലെത്തുന്നത്. സോ കാത്തിരിക്കാം ജസ്പ്രീത് ബുംറയുടെ ആ ഒരു പരിക്കിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ അപ്ഡേറ്റുകൾ വരും മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.